നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീട്ടിൽ ഉറങ്ങിക്കിടന്ന ഇറാൻ സൈനിക തലവന്മാരെ കിടക്കയടക്കം കത്തിച്ചാണ് ഇസ്രയേൽ ചാമ്പലാക്കിയത്. ജൂതരാഷ്ട്രം തകർക്കാൻ തുരങ്കത്തിൽ വട്ടം കൂടിയിരുന്ന് ചർച്ച നടത്തിയവന്മാരെ തുരങ്കം തുളച്ചെത്തിയ ബങ്കർ ബസ്റ്ററുകൾ ചാരമാക്കി. ഇറാന്റെ ആകാശവും കരയും കടലും ഇസ്രയേൽ കമാൻഡോകൾ നുഴഞ്ഞു കയറിയിട്ടും ഇറാന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. മിടുക്കന്മാരായ ഇസ്രയേൽ കമാൻഡോകളും മൊസാദ് ചാരന്മാരും ഇറാന്റെ മുക്കിലും മൂലയിലും ഇറങ്ങി. ഇറാന്റെ സൈനിക വാഹനങ്ങളിൽ തന്നെ ചെറു മിസൈലുകൾ ഘടിപ്പിച്ചു. ഇറാനിൽ ഇരുന്ന് തന്നെ അത് പൊട്ടിത്തെറിപ്പിക്കുകയും ചെയ്തു. ഒരു ചാരന്മാരെ പോലും കണ്ടെത്താൻ ഇതുവരെ ഇറാൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല. ഇറാനിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണം ട്രോജൻ തന്ത്രമാണെന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക്. ഈ ആക്രമണത്തിനായി വർഷങ്ങളായി ഇസ്രയേൽ പ്ലാനിംഗ് നടത്തുകയായിരുന്നു അത്രേ. ഇറാനിൽ ഭരണസിരാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം ടെഹ്റാന് വളരെ സമീപത്തായി ഒരു രഹസ്യ ഡ്രോൺ ബേസ് പോലും ഇസ്രയേൽ സ്ഥാപിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. പ്രസിഷൻ ആയുധങ്ങളും ഡ്രോണുകളും വൻതോതിൽ ഇറാനിലേക്ക് ഒളിച്ചു കടത്തി. ഇസ്രയേലി പ്രതിരോധ സേനയും ചാരസംഘടനയായ മൊസാദുമാണ് ഈ ദൗത്യമെല്ലാം അതീവ രഹസ്യമായ രീതിയിൽ നടപ്പാക്കിയത്. ഇറാൻ ഇന്റലിജൻസ് വൃത്തങ്ങളിൽ നിന്ന് തങ്ങളുടെ പദ്ധതികൾ ഒളിച്ചുവെക്കാൻ ഇസ്രയേൽ ചാരന്മാർക്ക് കഴിഞ്ഞു. മൊസാദാണ് ഡ്രോൺ ബേസിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക്. ഇതൊക്കെ കൂടാതെ ആയുധങ്ങൾ നിറച്ച വാഹനങ്ങളും ഇറാനിലെത്തിയിരുന്നു. രാത്രിയിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ട ഡ്രോണുകൾ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങളെ നശിപ്പിച്ചു. വ്യോമ പ്രതിരോധ ശേഷി അലങ്കോലമായതോടെ ഇസ്രയേലി യുദ്ധവിമാനങ്ങൾക്ക് ഇറാനിൽ ആക്രമണം നടത്താൻ അനുകൂല സാഹചര്യം ഒരുങ്ങുകയായിരുന്നു. ഇറാനെ തകർക്കാൻ പോകുന്ന ആയുധങ്ങൾ വാഹനങ്ങളിൽ ഇറാനിലേക്ക് മൊസാദ് തന്നെയാണ് കടത്തിയത്. ഈ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കിയതുകൊണ്ടാണ് ഇറാന്റെ വ്യോമ പ്രതിരോധത്തെ ദുർബലമാക്കാനും ഇസ്രയേലി പോർ വിമാനങ്ങൾക്ക് ആധിപത്യം സ്ഥാപിക്കാനും കഴിഞ്ഞത്. മധ്യ ഇറാനിലെ വിമാനവേദ സംവിധാനങ്ങൾക്ക് സമീപം കൃത്യതയാർന്ന മിസൈലുകൾ രഹസ്യമായി സ്ഥാപിക്കാനും മൊസാദ് കമാൻഡോകൾ ശ്രമിച്ചു. ഇറാനിലെ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഹുസൈൻ സലാമി അടക്കമുള്ള നേതാക്കളെയും ആണവ ശാസ്ത്രജ്ഞരെയും വകവരുത്താനുള്ള ഇന്റലിജൻസ് നിരീക്ഷണവും ഇക്കൂട്ടത്തിൽ പുരോഗമിച്ചു. ഇറാന്റെ തന്ത്രപ്രധാന മിസൈൽ ശേഷിയെ തകർക്കാനുള്ള രഹസ്യ ലക്ഷ്യം കൈവരിക്കുന്നതിനൊപ്പം ആണവ പദ്ധതിയുടെ തലതൊട്ടപ്പന്മാരെയും സുരക്ഷാ തലവന്മാരെയും ഒരേ സമയം ഇസ്രയേൽ ലക്ഷ്യമിടുകയായിരുന്നു. ഇസ്രയേലിൽ നിന്ന് കിട്ടിയ അടി ഇറാൻ ഒരു കാലത്തും മറക്കില്ല. കാരണം ഇറാന്റെ എല്ലാ ഇന്റലിജൻസ് സംവിധാനങ്ങളെയും രഹസ്യ സേനകളെയും എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇസ്രയേൽ ഇത്ര വലിയ ഒരു ആക്രമണം അവിടെ നടപ്പാക്കിയിരിക്കുന്നത്. ഒരു തുമ്പും വാലും പോലും ഇറാന് ഒരു ഘട്ടത്തിൽ പോലും കിട്ടിയില്ല. അത്രത്തോളം രഹസ്യമായി തന്നെ എല്ലാം നടപ്പാക്കാൻ ഇസ്രയേലിന് കഴിയും. ഇറാൻ അടപടലം തകർന്നിരിക്കുകയാണ്. എല്ലാ സംവിധാനങ്ങളും തകർന്ന് തരിപ്പണമായി പോയി. ഇസ്രയേൽ ഇറാൻ സംഘർഷം ആരംഭിച്ചതിന് പിന്നാലെ പ്രക്ഷുബ്ധമായിരിക്കുകയാണ് ഇറാന്റെ ആകാശപാത. ഇറാനിയൻ ആകാശപാതയിൽ നിന്ന് വിമാനങ്ങൾ സുരക്ഷിത ഇടങ്ങളിലേക്ക് ഇറക്കാൻ തിരക്ക് കൂട്ടുന്നതിന്റെ ദൃശ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. ഫ്ലൈറ്റ് ട്രാക്ക് സർവീസിൽ നിന്നുള്ള തത്സമയ ദൃശ്യവൽക്കരണമാണ് ഫ്ലൈറ്റ് റഡാർ 24 വെബ്സൈറ്റ് എക്സിൽ പങ്കുവച്ചത്. 9 സെക്കൻഡ് നീളുന്ന ടൈം ലാപ്സ് വീഡിയോ ദൃശ്യത്തിൽ നൂറുകണക്കിന് വിമാനങ്ങൾ വഴിതിരിച്ചു വിടുന്നതും സഞ്ചാരപാതയിൽ നിന്ന് ദിശ മാറി പോകുന്നതും കാണാം. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ആഗോള ആകാശപാതയെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ വീഡിയോ എന്ന് സമൂഹ മാധ്യമ ഉപയോക്താക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. ആക്രമണത്തിന് പിന്നാലെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇറാന്റെ ആകാശപാത ഏതാണ്ട് ശൂന്യമാകുന്നത് ഫ്ലൈറ്റ് റഡാർ 24ന്റെ ദൃശ്യത്തിൽ കാണാം. സംഘർഷ ഭീഷണി ഒഴിവാക്കാൻ വാണിജ്യ വിമാനങ്ങൾ പെട്ടെന്ന് തന്നെ വഴിതിരിച്ചു വിടുന്നതും സഞ്ചാരത്തിനായി ബദൽ മാർഗങ്ങൾ തേടുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള വ്യോമയാന മേഖലയിൽ വിമാനങ്ങളുടെ വൻ തോതിലുള്ള റൂട്ട് മാറ്റം വലിയ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്നാണ് ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. മിഡിൽ ഈസ്റ്റിനും ഏഷ്യയ്ക്കും ഇടയിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾക്ക് യാത്രാ ദൈർഘ്യം വർദ്ധിക്കുമെന്നും ഉയർന്ന ഇന്ധന ചെലവിന് കാരണമാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും അൽമക്തും അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പല വിമാനങ്ങളും റദ്ദാക്കിയതായും ചിലത് വൈകുന്നതായും ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. വിമാനത്താവളത്തിലേക്കുള്ള യാത്രയ്ക്ക് മുൻപേ യാത്രക്കാർ വിമാന വിവരങ്ങൾ നോക്കി ഉറപ്പുവരുത്തണമെന്നും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അബുദാബി വിമാനത്താവളവും സഞ്ചാരികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
ഇറാഖ്, ജോർദാൻ, ലബനൻ, ഇറാൻ തുടങ്ങിയ ഇടങ്ങളിലേക്കും അവിടെ നിന്ന് തിരിച്ചുള്ള വിമാനങ്ങളും താൽക്കാലികമായി റദ്ദാക്കിയതായി എമിറേറ്റ്സ് അറിയിച്ചു. ഇറാനിലേക്കും ഇറാഖിലേക്കുമുള്ള ഖത്തർ എയർവേസ് സർവീസും താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട്. പ്രാദേശിക വ്യോമാതിർത്തി അടച്ചതിനാൽ മറ്റ് ഗൾഫ് വിമാന കമ്പനികളും ഇതേ പാത പിന്തുടരുന്നതായി ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ആകാശപാത താറുമാറായിരിക്കുകയാണ്. ഇറാൻ വ്യോമപാത മുഴുവൻ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. കാരണം ഇസ്രയേൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണെന്നും തുടർ ചലനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നും. അതായത് ഇപ്പോൾ തന്നെ രഹസ്യമായി ഇറാനിലേക്ക് ഇസ്രയേലിന്റെ കമാൻഡോകൾ കടന്നിട്ടുണ്ട്. അവർ എവിടെയെല്ലാം കയറിയിട്ടുണ്ട് എന്ന് ഇതുവരെ ഇറാന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പലയിടത്തും ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന്റെ മുന്നറിയിപ്പ് തന്നെയാണ് ഇസ്രയേൽ കൊടുത്തിരിക്കുന്നത്. അടപടലം അടിപതറി നിൽക്കുകയാണ് ഇറാൻ. ഇറാൻ തിരിച്ച് ഇസ്രയേലിലേക്ക് ഡ്രോൺ ആക്രമണങ്ങൾ കടുപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.